നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സന്ദർശക വിസയിൽ ഇന്ത്യക്കാർക്ക് യുഎഇയിലേക്ക് വരാൻ ഇന്ത്യൻ അധികൃതർ അനുവാദം നൽകിയില്ല. യാത്രക്കാർക്കായി കേരളത്തിലെ വിവിധ രാജ്യാന്തര വിമാനത്താവളങ്ങളിലെത്തിയവർ നിരാശയോടെ തിരിച്ചുപോയി. കോവിഡ്-19 പ്രതിരോധ നടപടികളെല്ലാം പൂർത്തിയാക്കിയിട്ടായിരുന്നു ഇവർ യാത്രയ്ക്കൊരുങ്ങിയത്. വന്ദേ ഭാരത് മിഷൻ പദ്ധതി പ്രകാരമുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിൽ സന്ദർശക വിസയിൽ യാത്ര അനുവദിക്കില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഫ്ലൈ ദുബായ് വിമാനത്തിൽ കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് സന്ദർശക വിസക്കാർ യാത്രയ്ക്കൊരുങ്ങിയത്. തന്റെ മകൻ നിഹാൽ മുബാറക്കിനെ എമിഗ്രേഷൻ അടക്കം പൂർത്തിയാക്കി കോഴിക്കോട് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഫ്ലൈ ദുബായ് വിമാനത്തിൽ കയറുന്നതിന് തൊട്ടുമുമ്പാണ് അധികൃതർ യാത്ര വിലക്കിയെന്നത് ഷാർജയിൽ ജോലി ചെയ്യുന്ന കാസർഗോഡ് തൃക്കരിപ്പൂർ സ്വദേശി ഡോക്ടർ മുബാറക് പരാതിപ്പെട്ടത്. കേരളത്തിൽ മെഡിക്കൽ വിദ്യാർത്ഥിയാണ് നിഹാൽ. എമിഗ്രേഷനും കഴിഞ്ഞ് വിമാനത്തിൽ കയറാൻ നേരം വിമാന ജീവനക്കാരെ അധികൃതർ യാത്ര നിഷേധിച്ച കാര്യം അറിയിക്കുകയായിരുന്നു. തുടർന്ന് ബോർഡിംഗ് പാസും എമിഗ്രേഷൻ സ്റ്റാമ്പും റദ്ദാക്കി എന്നും നിഹാൽ പറഞ്ഞു. മറ്റൊരു യാത്രക്കാരി ഷംന ഖാസിനെയും തിരിച്ചയച്ചിട്ടുണ്ട്. ഫാർമസിസ്റ്റായ ഷംന ദുബായിൽ മെക്കാനിക്കൽ എഞ്ചിനീയറായ ഭർത്താവ് ബാസിൽ അബ്ദുൽ ജബ്ബാറിന്റെ അരികിലേക്ക് വരാനാണ് യാത്രയ്ക്കായി ഒരുങ്ങിയത്. അടുത്തിടെ വിവാഹിതരായ ഇവർ കൂടുതൽ കാലം ഒന്നിച്ചു കഴിഞ്ഞിട്ടുമില്ല. ഇത്തരത്തിൽ സന്ദർശക വിസയിൽ ജോലി തേടിയെത്ത് വീണ്ടും പ്രതിസന്ധിയിലാകുമെന്നതിനാൽ തന്നെ സന്ദർശക വിസക്കാരെ ഉടൻ യുഎഇയിലേക്ക് യാത്ര അനുവദിക്കില്ലെന്ന് കഴിഞ്ഞ ദിവസം യുഎഇയിലെ ഇന്ത്യൻ സ്ഥാനപതി പവൻ കപൂർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ കുടുംബത്തിന്റെ അടുത്തേക്ക് വരാൻ കാത്തിരിക്കുന്ന അംഗങ്ങളെങ്കിലും അനുവദിക്കണമെന്നാണ് ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ച് സാമൂഹിക പ്രവർത്തകനും സ്മാർട്ട് ട്രാവൽസ് എംഡിയുമായ അഫി അഹമ്മദ് ഇന്ത്യൻ സ്ഥാനപതിക്കും കോൺസുൽ ജനറൽ ഡോക്ടർ അമൻപുരിക്കും നിവേദനം നൽകിയിട്ടുണ്ട്. ഒട്ടേറെ പേർ തന്റെ ട്രാവൽസ് വഴി സന്ദർശക വിസ നേടിയിട്ടുണ്ടെന്നും ഇവർക്ക് സമയവും പണവും നഷ്ടമാകുന്നതോടൊപ്പം ഭാവി തന്നെ ചോദ്യചിഹ്നമാവുകയാണെന്നും അഫി വ്യക്തമാക്കി. അതേസമയം സന്ദർശക വിസയിൽ യാത്രയ്ക്കൊരുങ്ങി വിമാനത്താവളത്തിൽ നിന്ന് നിരാശരായി തിരിച്ചു പോകേണ്ടി വന്ന സംഭവത്തിൽ ഇന്ത്യൻ സ്ഥാനപതി പവൻ കപൂർ ഖേദം രേഖപ്പെടുത്തുകയുണ്ടായി. പ്രശ്നം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും വിലക്ക് നീക്കം ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സന്ദർശക വിസക്കാരെ യാത്ര ചെയ്യാൻ അനുവദിക്കണമെന്ന് അധികാരികളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വൈകാതെ പ്രശ്നം പരിഹരിക്കുമെന്നും വിലക്ക് നീക്കം ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നതായും പവൻ കപൂർ വ്യക്തമാക്കുകയുണ്ടായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.